ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഷൈനാണ് വണ്ടി, CB ഷൈൻ. വണ്ടി ഓട്ടത്തിൽ മിസ്സിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നിരുന്നതാണ്. മിസ്സിങ് കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഇലക്ട്രിക്കലായിട്ട് വന്നിരുന്ന കംപ്ലയിൻറ്റ്സ് ആയിരുന്നു. നിലവിൽ നമുക്കതിൻ്റെ വയറിംഗ് കിറ്റിൻ്റെ ഭാഗം, അതായത് ഈ ഹാൻഡിൽ റൊട്ടേഷൻ ചെയ്യുന്ന ഭാഗത്ത് വയറിംഗ് കിറ്റിൻ്റെ ഭാഗത്ത് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അത് കൂടാതെ നമുക്ക് അതിൻ്റെ ഇഗ്നിഷൻ സ്വിച്ച് അസംബ്ലി ഉണ്ടല്ലോ, സ്വിച്ച് അസംബ്ലിയുടെ ഭാഗത്തും ഇതേപോലെ കംപ്ലയിൻറ്റ് വന്നിട്ട് വയറൊക്കെ അങ്ങനെ പിരിച്ചു കൂട്ടി വെച്ചേക്കാറ്. അപ്പം അതിനകത്തൊക്കെ വന്നിരുന്ന ലൂസ് കോൺടാക്റ്റാണ് പ്രോബ്ലം കാണിക്കുക. ഇതിൻ്റെ ഉള്ളിലുള്ള വയർ പൊട്ടിയിരുന്നത് കൊണ്ട് തന്നെ കുറേ ഓടിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ചില സമയങ്ങളിൽ ഹാൻഡിലൊക്കെ റൊട്ടേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയേണ്ട സമയത്തേക്കാണ് കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. നമ്മളത് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് അതിൻ്റെ വയറിങ്ങിൻ്റെ പൊട്ടിയ ഭാഗങ്ങളൊക്കെ ജോയിൻ ചെയ്ത് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വെറുതെ പിരിച്ചു വയ്ക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ കുറേ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ക്ലാവ് പോലെ വന്നിട്ട് പിന്നെ അത് ലൂസ് കോൺടാക്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഡയറക്റ്റ് സോൾഡർ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇഗ്നീഷൻ സ്വിച്ചിൻ്റെ ഭാഗത്തേക്കും അതേപോലെ തന്നെ സോൾഡർ ചെയ്ത് കറക്റ്റായിട്ട് ഇൻസുലേറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിസ്സിങ്ങിൻ്റെ പ്രശ്നം അതായിരുന്നു. അപ്പോൾ അത് നമ്മൾ വയറിങ്ങിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് താമസം വന്ന പണിയാണ്. സോൾഡർ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു താമസം ഉണ്ടായിരുന്നു കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ പിന്നെ ജസ്റ്റ് ബാക്കിയത്തെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടൊന്ന് ടെസ്റ്റ് ഡ്രൈവും കൂടി അടിക്കാനുള്ളൂ. അപ്പോൾ അത് വർക്ക് ബാക്കിയത്തെ ഫുൾ സെറ്റ് ചെയ്തിട്ട് വണ്ടി ഓടിച്ചു നോക്കിയതിന് ശേഷം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം വാട്സാപ്പിനകത്തേക്ക്. എൻ്റെ എമൗണ്ടും ബില്ലും കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ തന്നെ ചെയ്തേക്കാം കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 മണി 10:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണ. ഞാൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഓടിച്ചു നോക്കാം. ഇലക്ട്രിക്കൽ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് തന്നെ 90% നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് സോൾഡർ ചെയ്യുന്നേക്കാളും മുമ്പൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയായിരുന്നതാണ്. അപ്പോൾ ഓക്കെ ആയിരുന്നു. അപ്പോൾ വീണ്ടും നമുക്കൊന്നും കൂടി കൺഫ്യൂഷൻ വേണ്ട, നമുക്കൊന്നും കൂടി നോക്കാം, ടെസ്റ്റ് ഡ്രൈവ് നടത്താം. കംപ്ലയിൻറ്റ്സ് കൺഫേം ചെയ്തതിന് ശേഷം മാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.